പറയ്. Good morning, sir. എടാ എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ആരും മൈക്ക് ഓൺ ആക്കരുത്. ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിന്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കാനുള്ള അവസരം തരും. ആ ടൈമിൽ മാത്രമേ നിങ്ങൾ മൈക്ക് ഓൺ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് മുമ്പ് ആരെങ്കിലും മൈക്ക് ഓൺ ആയി കഴിഞ്ഞാൽ ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആയി കഴിഞ്ഞാൽ ഓലെ ഇവിടുന്ന് റിമൂവ് ചെയ്യും കേട്ടോ. ശ്രദ്ധിക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? സർ ഒന്ന് പറയോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ ജസ്റ്റ് കേട്ടോ. അധികം
ഇൻട്രോസും കാര്യങ്ങളൊന്നും വേണ്ട തോന്നുന്നു. പിന്നെ ഒഡിബിൾ അല്ലേ? ആഹ് ഏകദേശം ഓക്കെ അല്ലേ? കണക്ഷനും കുറച്ച് കാര്യങ്ങളൊക്കെ? സ്റ്റക്ക് ആയിട്ടാ സാർ കേൾക്കണത്. സാറേ കുറച്ച് സ്റ്റക്ക് ആയിട്ടാണ് നോക്കാം. കേൾക്കണത്. കണക്ഷൻ ഏകദേശം ഇവിടെ ഓക്കെ ആണ്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ബിഫോർ ദാറ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഷമീം. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ യു എസ് എസിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ തന്നെ സോഷ്യൽ സയൻസിലെ അവർ എർത്ത്, നമ്മുടെ ഭൂമി എന്നുള്ള നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ കം പ്രോബ്ലംസ് ഒക്കെ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും കേട്ടോ ഇന്ന്. സോ നമുക്ക് ആദ്യം ആ ഒരു ഭാഗത്തെ പാഠഭാഗത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ടെക്സ്റ്റ് വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്യാം. അതിൻ്റെ ശേഷം നമുക്ക് അതിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ആ ഒരു പ്ലാനിങ്ങിലാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഏകദേശം നിങ്ങളെല്ലാവരും അതിന് കോപ്പറേറ്റ് ചെയ്യുക. എല്ലാവരും ഓക്കെ ആണെന്ന് തോന്നുന്നു. ക്ലാസ് ഉണ്ടായിരിക്കും എന്ന്, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന ക്ഷീണത്തിലായിരിക്കും മേ ബി. ഓക്കെ, എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുക. ഓക്കെ അല്ലേ? ആൻഡ് നിങ്ങൾ ചാറ്റ് ബോക്സ് പരമാവധി യൂസ് ചെയ്യാം കേട്ടോ. ഈ മൈക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ പകരമായിട്ട്, ഹലോ, മൈക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ പകരമായിട്ട് പരമാവധി ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. അതാവുമ്പോൾ നമുക്ക് ഓക്കെ, അതാവുമ്പോൾ പരമാവധി നമുക്ക് എല്ലാവർക്കും സംഭവം നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. എന്നാൽ പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടായാലോ? ഓക്കെ, ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ വേറൊരു കാര്യം, നമ്മുടെ ഇന്ന് ഈ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം കമ്പൈൻ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് ഈ മെറ്റീരിയൽ കൈകാര്യം ചെയ്യുമ്പോഴും കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് കരുതിയിട്ടുള്ളത്, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നമുക്ക് ആദ്യം പോവാം. ആ ടെക്സ്റ്റ് ബുക്കിന് ശേഷം നമുക്ക് ഞാൻ ഒരു മെറ്റീരിയൽ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യാം ക്വസ്റ്റ്യൻസ്. ആ ടെക്സ്റ്റ് ബുക്ക് ഒന്നെങ്കിൽ മലയാളം മീഡിയം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും നിങ്ങൾ കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മീഡിയം ഇതിൽ ഷെയർ ചെയ്യും, മറ്റൊരു മീഡിയം ഞാൻ എൻ്റെ സെൽഫോണിൽ വായിക്കുകയും ചെയ്യും. സോ നമുക്ക് രണ്ടും അങ്ങനെ കമ്പൈൻ ചെയ്ത് പോവാം. എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് മീഡിയം കുറച്ചുകൂടി ഷെയർ ചെയ്താൽ നന്നായിരിക്കും. മലയാളം മീഡിയം ഞാൻ നോക്കി വായിക്കുകയും ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടി പറഞ്ഞ് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനൊക്കെ ഗ്രാസ്പ് ചെയ്യാനൊക്കെ സുഖമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഡൗട്ട്സും ഒക്കെ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാനുള്ള സമയം നമുക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നോക്കാം. അതിന് മുമ്പ് എന്തെങ്കിലും ഹലോ, ഉണ്ടോ? ഹലോ സാർ, ഓക്കെ കേൾക്കുന്നുണ്ട്. ആണോ? ഓക്കെ ഓക്കെയാണ് സാർ. ജസ്റ്റ് എ മിനിറ്റ്. Okay, just okay. I'm just sharing the ഒന്ന് വെയിറ്റ് ആക്കാം. ജസ്റ്റ് എ മിനിറ്റ്.
ഓക്കെ, നമ്മുടെ 68th പേജില് അവർ എർത്ത് നമ്മുടെ ഭൂമി എന്നുള്ളൊരു പാഠത്തിലുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ USS പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പറ്റുന്നവർ അതും ശ്രദ്ധിക്കുക. എന്നിട്ട് ഉം, കേക്കുന്നില്ല. സോ ജസ്റ്റ് മിനിറ്റ്, ജസ്റ്റ് ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പാച്ചപ്പ് ചെയ്യാം. ലാഗ് ഉണ്ട് സാറേ. വലിയ കാര്യേ. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ഞാൻ ഷെയർ ആക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? Yes, sir. Yes. Yes.
ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പോൾ സോറി കേട്ടോ, എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു ഇവിടെ. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്ലേസ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നോക്കാം. ടൈമും കുറവാണ്. നമ്മുടെ ഒരു ചാപ്റ്റർ നമുക്ക് കഴിക്കണ്ടേ. പറ്റുന്നവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. മോർ ദാൻ യൂസിങ് ദിസ് മൈക്ക് ഈസ് വെരി മച്ച് യൂസ്ഫുൾ. ഓക്കെ, ദെൻ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ ഭൂമി എന്നുള്ള ആ ഒരു ചാപ്റ്ററിലാണ്. അതിൽ നമ്മുടെ ക്ലാസ് റൂമിൽ വായിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും അടി തൊട്ട് തല വരെ വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് കൈകാര്യം ചെയ്യാം. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ പോയിന്റ്സ് ഒപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? ജസ്റ്റ് ഹാൻഡ് റൈസ് ഓർ സംതിങ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ. ഓക്കെ 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 ആദ്യം മലയാളം ഒന്ന് വായിക്കാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജീവജാലങ്ങൾ എന്നിലുണ്ടായി. സൗരയൂഥ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നറിയാമല്ലോ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ്, അങ്ങനെ എല്ലാം. Billions of years ago, I was a burning sphere. Later on, I was cooled into incessant rain. It again took millions of years for a living being to appear. You know that I am the only one to have life among the planets in the solar system. I have everything to support your life, like air to breathe, water to drink, and for all other uses, soil for plant growth, and so on. So, നമ്മുടെ ഭൂമിയെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു പേജിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ഒരു പേജിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഞാൻ വായിക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. പറ്റുന്നവർ ആ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും ചെയ്യാം. ഉദാഹരണത്തിന്, ഒരുപാട് വർഷങ്ങൾ ബേൺ ചെയ്ത കത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രഹമായിരുന്നു ഭൂമി എന്ന് നമ്മൾ വായിച്ചു. സോ അതിൻ്റെ ശേഷം വലിയ അളവിൽ പെയ്തു പോയിട്ടുള്ള ഒരു മഴയിലാണ് ഭൂമി ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു ഗോളമായി മാറിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോളാർ സിസ്റ്റത്തിൽ, സൗരയൂഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സൗരയൂഥം എന്ന് പറഞ്ഞാൽ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന ഒരുപാട് ഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ് സോളാർ സിസ്റ്റം. അതിൽ ഭൂമിയുണ്ട്, ചൊവ്വയുണ്ട്, വ്യാഴനുണ്ട്, ഇതിൻ്റെ ഒറ്റ നടുക്കായിട്ട് സൂര്യനുണ്ട്. ഈ സൗരയൂഥത്തിൽ ഒരുപാട് ഗ്രഹങ്ങൾ, അതിനെ തൊട്ടുള്ള ഉപഗ്രഹങ്ങൾ, ഒരു വലിയ ശൃംഖല നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു സോളാർ സിസ്റ്റത്തിൽ ഒരുപാട് പ്ലാനറ്റ്സ് ഉള്ള ഈ ഒരു സിസ്റ്റത്തിൽ ഭൂമി എന്നുള്ള ഗ്രഹത്തിൽ മാത്രമാണ്, പ്ലാനറ്റിൽ മാത്രമാണ് നമുക്ക് ലൈഫ് കാണാൻ സാധിക്കുക. നമ്മുടെ ഇവിടെ മാത്രമേ മനുഷ്യന്മാരെ പോലെയുള്ള ആളുകൾ ജീവിക്കുന്നുള്ളൂ. എന്നാൽ അതിനെ തൊട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഏലിയൻസിനൊക്കെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അത് വേറെ ഒരു ചർച്ചയാണ്. നമുക്ക് പഠിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ കണ്ടെത്തിയ ഏറ്റവും ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് എന്നുള്ളത് ഭൂമി മാത്രമാണ്. ഓക്കെ, ഇത് ഈ ഒരു പേജിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുള്ള ഒരു പോയിന്റാണ്. അതുപോലെ നമ്മുടെ ഭൂമി പ്രദാനം ചെയ്യുന്ന ആ ഒരു സിസ്റ്റം മാത്രമാണ് ജീവന് വേണ്ടി നമുക്ക് രക്ഷ നൽകുന്നത്. ഉദാഹരണത്തിന്, എയർ ടു ബ്രീത്ത്, നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള വായു, അതിൻ്റെ അപ്പുറം കുടിക്കാനും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഇതൊക്കെ ഇവിടെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് പേജ്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ നോക്കുമ്പോൾ 3-4 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നാമത്തെ ഭാഗം പറയുന്നത് ഭൂമിയെ കുറിച്ചാണ്. ഭൂമിയുടെ മോർഫോളജിക്കൽ അല്ലെങ്കിൽ അനാറ്റമിക്കൽ വ്യൂ, നമ്മുടെ ഭൂമിയുടെ
ഉപരിതലവും അതിൻ്റെ ഉള്ളോട്ടും പോകുന്ന അവസ്ഥ. ഉദാഹരണത്തിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഭൂമിയുടെ ആ അകക്കാമ്പ്, പുറംകാമ്പ്, കോറ്, മാൻഡിൽ, ക്രസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം, പാഠഭാഗം. അതിൻ്റെ ശേഷം ഓക്കെ, അതിൻ്റെ ശേഷം ആ നമ്മുടെ ആകാശം അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയുന്ന ഒരു ഭാഗം, നമ്മുടെ അന്തരീക്ഷത്തിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ലെയറുകൾ, വ്യത്യസ്ത സ്ഫിയേഴ്സ്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ പോലത്തെ ഒരുപാട് സ്ഫിയേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗം ഉണ്ട് അവിടെ. 2. മൂന്നാമത്തെ ഭാഗം നമ്മുടെ അന്തരീക്ഷത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. മനസ്സിലായോ? ഓക്കെ, ആരാണ് ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിത്രം വരക്കുന്നുണ്ടല്ലോ? ഓക്കെ, ഞാൻ നോക്കട്ടോ. ഓക്കെ, നമുക്ക് വായിക്കാനുള്ള പ്രതലല്ലേ സ്ക്രീൻ? ഓക്കെ, അപ്പോൾ പരമാവധി അതാ നോക്കാം. അപ്പോൾ ഞാൻ 3 ഭാഗം പറഞ്ഞു. ഒന്ന് ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ എർത്തിന്റെ മോർഫോളജിക്കൽ അനാറ്റമിക്കൽ വ്യൂ. രണ്ടാമത്തത് നമ്മുടെ അന്തരീക്ഷത്തിന്റെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ വ്യൂ. മൂന്നാമത്തത് ദ പ്രോബ്ലംസ് ദാറ്റ് വി ആർ ഫേസിങ് ബിക്കോസ് ഓഫ് സം കൈൻഡ് ഓഫ് എക്സിസ്റ്റൻസസ്. വ്യത്യസ്ത തരങ്ങളിലുള്ള കാരണമായിട്ട് നമുക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിലും ഭൂമിക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ 3 തരത്തിലുള്ള പോയിന്റ്സ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന് മൊത്തത്തിൽ തിരിക്കാം. ഓക്കെ, നമ്മുടെ സമയം പോവാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. ഇൻ ടു ദ ഇന്റീരിയർ, ഉള്ളറകളിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ പോയിന്റ് ഏതാണ്? നമ്മുടെ ഭൂമിയുടെ അനാറ്റമിക്കൽ മോർഫോളജിക്കൽ വ്യൂ. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ, ഭൂമിയുടെ പ്രതലം, ഭൂമിയുടെ ഉള്ള്, ഇൻ ടു ദി കോർ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. വി ആർ അവെയർ ഓഫ് ദി ടെമ്പറേച്ചർ ഓൺ ദി എർത്ത് സർഫേസ്. നമ്മൾ ഈ ഒരു സമയത്തെ ടെമ്പറേച്ചറിനെ കുറിച്ച് നമുക്ക് അറിവുണ്ട്. ഒരു 37-38 ഡിഗ്രി സെൽഷ്യസ് ആണ് മാക്സിമം. ബട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീം ഹീറ്റ് ഇൻസൈഡ് ദി എർത്ത്. The temperature at the center of the interior is about 5500 degrees Celsius, 5500 degrees Celsius. Do you know that water boils at 100 degrees Celsius? Can you imagine the heat of 5500 degrees Celsius? Have you heard of minus? And the opposite. Do you know how many kilometers deep the deepest mine? About 12 kilometers only. Human can reach even that far only with the help of machines and safety devices. The distance from the surface to the center of the earth is about 6371 kilometer, 6371 kilometer. So is it possible for the humans to understand the interior of the earth directly? Then how did we get the information about the interior of the earth? The information regarding the interior of the earth is found through scientific studies and interferences. Let's see what they are. Okay, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടല്ലോ. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ്സ് ആട്ടോ. നമ്മുടെ കോൺസെപ്റ്റ് പഠിക്കുക എന്നതിലുപരിയായിട്ട് ചില പോയിന്റ്സ് ആണ് നമ്മുടെ ഈ എക്സാമിന് കാര്യമായിട്ട് വേണ്ടത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗരയൂഥത്തിൽ, സോളാർ സിസ്റ്റത്തിൽ ജീവൻ നിലനിൽക്കുന്ന ആ ഒരു പ്ലേസ്, പ്ലാനറ്റ് ഭൂമി മാത്രമാണ്. അതൊരു പോയിന്റ് ആണ്. അതുപോലെ മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഹാൻഡ് റൈസ് സമ്മൺ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഐ കാൻ സീ മോർ ഹാൻഡ് റൈസസ്. ഓക്കെ ഓക്കെ, അതുപോലെ 5500-ലധികം ഡിഗ്രി സെൽഷ്യസ് ചൂട് ആണ് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും കോറിലുള്ളത്. 5500-നെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു കണക്ക് തന്നിട്ടുണ്ട്. വെള്ളം പോലും തിളച്ച് മറിയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി ആയിട്ടുള്ള 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ അകക്കാമ്പിലുള്ളത്, കോറിലുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യാപ്തി നിങ്ങൾക്ക്, അതിൻ്റെ ഒരു ബിഗ്നെസ്, ഒരു ഗ്രേറ്റ്നെസ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. അതുപോലെ 12 കിലോമീറ്റർ മാത്രമേ ഇന്ന് വരെയുള്ള ഏറ്റവും വലിയ മൈന് പോലും, മൈൻ എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്യുന്ന ആ പ്ലേസ്, നമ്മുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് നമ്മുടെ അയണ് പോലത്തെ അല്ലെങ്കിൽ ഇരുമ്പ് പോലത്തെ ഖനികൾക്കൊക്കെ വേണ്ടിയിട്ട് മനുഷ്യന്മാർ കുഴിച്ചു പോകുന്ന ആ മൈൻസിൽ പോലും ഏറ്റവും വലുതായിട്ട് 12 കിലോമീറ്ററിലധികം പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ
6371 കിലോമീറ്റർ ഭൂമിയുടെ അകത്തേക്ക് പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജസ്റ്റ് ജസ്റ്റ് വെരി ബിഗ്. ഓക്കെ ഓക്കെ നമ്മളെന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗം, നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതായത് മോർഫോളജിക്കലി ആൻഡ് അനാറ്റമിക്കലി വാട്ട് ഈസ് എർത്ത്, നമ്മുടെ ഭൂമി എന്താണെന്ന് നോക്കുകയാണ്. ഭൂമിയുടെ ആ ഒരു ലെയേഴ്സ്, ഭൂമിയുടെ ഉപരിതലങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. നമുക്ക് മൂന്നായിട്ട് ഭൂമിയെ തരംതിരിക്കാം. ഒന്ന് ഇന്നർ കോറ്, അകക്കാമ്പ് എന്ന് പറയും. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അകക്കാമ്പ് എന്ന് പറയും. ഓക്കെ, അതിൻ്റെ അപ്പുറത്ത് മാൻഡില്, അതിൻ്റെ ശേഷം ക്രസ്റ്റ്. ഈ മൂന്ന് ലെയേഴ്സ് ആയിട്ട് നമുക്ക് ഭൂമിയെ തരംതിരിക്കാം. ഏതൊക്കെയാണ് മൂന്ന് ലെയേഴ്സ് ഓഫ് എർത്ത്? നമ്മുടെ ഭൂമിയുടെ മൂന്ന് തലങ്ങൾ, മൂന്ന് ലെയേഴ്സ്. ഏറ്റവും പുറമെ ഭൂവൽക്കം അല്ലെങ്കിൽ എർത്ത് ക്രസ്റ്റ് എന്ന് പറയും. ഭൂവൽക്കം അല്ലെങ്കിൽ എർത്ത് ക്രസ്റ്റ് എന്ന് പറയും. അതിൻ്റെ അടിയിൽ, അതിൻ്റെ താഴെയായിട്ട് മാൻഡില്, അതിൻ്റെ അടിയിലായിട്ട് അകക്കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്ന പ്രദേശം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, മൂന്ന് പ്രദേശം. ഒന്ന് കോറ്, മാൻഡില്, ക്രസ്റ്റ്, അല്ലെങ്കിൽ അകക്കാമ്പ്, മാൻഡില്, ഭൂവൽക്കം. ഓക്കെ, ഇനി നമുക്ക് അത് ഓരോന്നും ചെറുതായിട്ട് വിശദീകരിച്ച് പോകണം. ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിങ്ങളുടെ കണ്ടെത്തൽ ചുവടെ രേഖപ്പെടുത്തൂ. അത് ടെക്സ്റ്റ് വായിച്ചേട്ടോ. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇന്റീരിയർ ഓഫ് ദി എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻടു ഡിഫറെന്റ് ലെയേഴ്സ് ആസ് വി മെൻഷൻഡ്. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദ ക്രസ്റ്റ്. നമ്മൾ പറഞ്ഞു പോയി, ഏറ്റവും പുറമേയുള്ള ഭാഗം എർത്ത് ക്രസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറയും. ഓക്കെ, ഇനി ക്രസ്റ്റ് എന്താണ്, മാൻഡിൽ എന്താണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാണ്. ഭൂവൽക്കം, ക്രസ്റ്റ്. The crust is the outermost and relatively thin layer of the earth. This layer is made up of solid rocks. നമ്മൾ കാണുന്ന പോലത്തുള്ള വലിയ പാറകളാലൊക്കെ നിർമ്മിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ്. ഈ ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഓക്കെ, the crust has two part, namely continental crust and oceanic crust. നമ്മുടെ സമുദ്രങ്ങൾ വരുന്ന ഭൂവൽക്കമുണ്ട്, വൻകര വരുന്ന അല്ലെങ്കിൽ കോണ്ടിനെന്റ് വരുന്ന ഭൂവൽക്കമുണ്ട്. രണ്ട് സർഫേസ് ഉണ്ട്. ഓക്കെ, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ദാൻ ദി ഓഷ്യനിക് ക്രസ്റ്റ്. സ്വാഭാവികമായിട്ടും വെള്ളത്തെക്കാളും തിക്ക് എന്തായിരിക്കും? കരയായിരിക്കും. അപ്പോൾ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ് ഓഷ്യാനിക് ക്രസ്റ്റിനേക്കാൾ, അല്ലെങ്കിൽ ഈ ഓക്കെ സമുദ്ര ഉപരിതലത്തിലുള്ള ആ ഒരു ഭൂവൽക്കത്തേക്കാൾ ഈ സാന്ദ്രത കൂടിയതായിരിക്കും ഈ വൻകര ഭാഗത്തിലുള്ള ഭൂവൽക്കം. ഓക്കെ, the average thickness is about 30 kilometers. In mountain areas, continental crust has thickness of 70 kilometers, but the average thickness of the oceanic crust is 5 kilometers. ആ ഒരു അളവാണ്. അത് നിങ്ങൾ പ്രധാനമായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഞാൻ വായിക്കാം. വൻകര ഭൂവൽക്കത്തിന് കനം കൂടുതലാണ്. ശരാശരി കനം 30 കിലോമീറ്റർ വരും. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ വരും. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ മാത്രമേ ആ ഒരു തിക്നെസ് വരുന്നുള്ളൂ. ഇനി അതിൻ്റെ താഴെ മാൻഡിൽ. ഓക്കെ ഓക്കെ അല്ലേ? ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ ഓക്കെ, മാൻഡിൽ എന്ന് പറഞ്ഞാൽ കാണുന്നില്ലല്ലോ അല്ലേ? ഓക്കെ അല്ലേ?
sorry, just a minute.